നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ 12 ദിവസ യുദ്ധം അവസാനിക്കുന്നു. ട്രംപ് പറഞ്ഞതുപോലെ സമ്പൂർണ്ണ വെടിനിർത്തൽ. ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചു എന്നതിനെ ചൊല്ലിയാണിപ്പോൾ ചർച്ചകൾ. ഇറാനിൽ തങ്ങളുടെ ആക്രമണ ലക്ഷ്യം ഫലം കണ്ടതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചതുകൊണ്ട് തങ്ങൾ യുദ്ധം നിർത്തുന്നുവെന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞതുകൊണ്ട് ഇനി യുദ്ധലക്ഷ്യങ്ങൾ ബാക്കിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും ഇസ്രയേലും ഇറാനും അവകാശവാദങ്ങളുമായി രംഗത്തെത്തി. വിജയം ആർക്കാണ് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ചകൾ. ഈ മാസം 13-ാം തീയതി ആരംഭിച്ച യുദ്ധത്തിൽ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധം തകർത്തെറിഞ്ഞിരുന്നു. ഇറാൻ്റെ വ്യോമമേഖല പൂർണ്ണമായും കീഴടക്കിയ ഇസ്രയേൽ അന്നു മുതൽ 12 ദിവസം ഇറാൻ വ്യോമമേഖലയിൽ അജയ്യരായി തുടർന്നു. തുടർച്ചയായി ഉന്നത സൈനിക ജനറൽമാരെയും ഇൻ്റലിജൻസ് മേധാവികളെയും അവർ വധിച്ചു. ആണവ പദ്ധതികൾക്ക് നേരെ അവർ ആക്രമണങ്ങൾ തൊടുത്തു. ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ആണവശാസ്ത്രജ്ഞരെ ഒന്നൊന്നായി അവർ വധിച്ചു. ഇസ്രായേൽ അവകാശപ്പെടുന്നത് 12 ദിവസ യുദ്ധത്തിൽ 12 ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയെന്നാണ്. മാസങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ഇറാൻ മണ്ണിൽ അവരുടെ പണി തുടങ്ങിവെച്ചു. മൊസാദിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇറാൻ മണ്ണിലേക്ക് നുഴഞ്ഞുകയറി. ബോംബാക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ മണ്ണിൽ തന്നെ അവർ ഡ്രോൺ ആക്രമണവും നടത്തി. അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി നെതന്യാഹുവും ഇസ്രയേലും ഒടുവിൽ ട്രംപിനെ കളത്തിലിറക്കി. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തി. എന്നാൽ തൊട്ടടുത്ത ദിവസം അമേരിക്കയുടെ ഖത്തറിലുള്ള വ്യോമകേന്ദ്രത്തിന് നേർക്ക് തിരിച്ചടിക്കുന്ന ഇറാനെയാണ് ലോകം കണ്ടത്. ആ തിരിച്ചടിയെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് കളത്തിലിറങ്ങി. ദുർബലമായ ആക്രമണമെന്ന് ട്രംപ് പറഞ്ഞു. ആക്രമണത്തെക്കുറിച്ച് തങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികരെ വ്യോമതാവളത്തിൽ നിന്ന് മാറ്റിയിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഇറാൻ തിരിച്ചടിച്ചതിന് തൊട്ടു പിന്നാലെ നാടകീയമായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തലിന് 2.5 മണിക്കൂറുകൾക്കകം ഇറാൻ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് 2 മിസൈലുകൾ. ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേൽ ആ മിസൈലുകൾ തടുത്തിട്ടു. വെടിനിർത്തലിന് ശേഷം ഇറാൻ തങ്ങൾക്ക് നേരെ ആക്രമണത്തിന് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. തുടർന്ന് ബോംബർ വിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നു. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോപാകുലനായി രംഗത്തെത്തി. പച്ചത്തെറിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിനും ഇസ്രായേലിനും നേർക്ക് ചൊരിഞ്ഞത്. വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടും എന്തുകൊണ്ട് ആക്രമണവുമായി മുന്നോട്ടു പോകുന്നു എന്ന് ട്രംപ് ചോദിച്ചു. നെതന്യാഹുവിനോട് ഉടൻ തന്നെ ആക്രമിക്കാനായി പുറപ്പെട്ടിരിക്കുന്ന പോർവിമാനങ്ങളുടെ പൈലറ്റുമാരോട് മടങ്ങിയെത്താൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ തങ്ങളുടെ വിജയലക്ഷ്യം കണ്ടു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇസ്രായേലിൻ്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധം പക്ഷേ തകർന്നുടയുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടു. ടെല്ലവീവ് അടക്കം പ്രധാന നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ വ്യാപക നാശമുണ്ടാക്കി. രാത്രികൾ മുഴുവൻ ഇസ്രയേലി ജനങ്ങൾ ബങ്കറുകളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. എന്നാൽ മറുവശത്ത് ഉന്നത ജനറൽമാർ ഇല്ലാതായിട്ടും യുദ്ധവീര്യം ഇറാന് നഷ്ടപ്പെട്ടില്ല എന്നത് പ്രത്യേകതയാണ്. 1948 വലിയ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഇസ്രയേൽ എന്ന രാജ്യം യാഥാർത്ഥ്യമായത്. തൊട്ടുപിന്നാലെ 5 അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ആക്രമണത്തിനൊരുങ്ങി. അതിശക്തമായ പ്രത്യാക്രമണത്തിലൂടെ ഇസ്രയേൽ തങ്ങളുടെ അതിർത്തി കൂടുതൽ കൂട്ടിച്ചേർത്തു ആ യുദ്ധത്തിൽ. തുടർന്ന് 1967 6 ദിന യുദ്ധം. ഇപ്പോഴിതാ 2025 എത്തി നിൽക്കുമ്പോൾ ഇസ്രയേൽ നടത്തിയ ഈ 12 ദിന യുദ്ധം ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുന്നു. 6 ദിന യുദ്ധത്തിൽ ഇസ്രയേൽ 3 രാജ്യങ്ങളെയാണ് പരാജയപ്പെടുത്തിയത്: ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ. 6 ദിന യുദ്ധത്തിൽ സീനായ്, ഗോലാൻ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ പല പുതിയ പ്രദേശങ്ങളും ഇസ്രയേൽ തങ്ങളുടെ മണ്ണിനോട് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നടന്ന ഈ 12 ദിന യുദ്ധത്തിൽ ഇസ്രയേൽ ലോകത്തോട് പറയുന്ന ചില വസ്തുതകളുണ്ട്. ഇറാൻ എന്ന രാജ്യം ഇസ്രയേലിനോട് തുല്യതയുള്ളതാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടില്ല. ഭൂപ്രകൃതിയുടെ വിസ്തൃതിയിലും ജനങ്ങളുടെ എണ്ണത്തിലും സൈനികരുടെ എണ്ണത്തിലുമൊക്കെ ഇസ്രയേലിനേക്കാൾ 10 മടങ്ങ് ശക്തരാണ് ഇറാൻ. ഇസ്രയേൽ അവരുടെ ചരിത്രത്തിൽ നേരിട്ടിട്ടുള്ള മറ്റേതൊരു എതിരാളികളെക്കാൾ ബുദ്ധിമാനും സമർത്ഥനും ദൃഢനിശ്ചയമുള്ള ഒരു രാജ്യവുമാണ് ഇറാൻ.
ഇസ്രായേലിൽ നിന്ന് 1500 കിലോമീറ്ററുകൾ അകലെ 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനു പിന്നിലും ഇറാൻ്റെ കൈകൾ. ഇസ്രായേലിന് ചുറ്റും വലിയ ശത്രുനിരയെ വളർത്തിക്കൊണ്ടാണ് ഇറാൻ ഒരു അഗ്നിവലയത്തിൽ ഇസ്രായേലിനെ അകപ്പെടുത്താൻ നോക്കിയത്. ഗാസ, ലെബനൻ, സിറിയ, ഇറാഖ്, വെസ്റ്റ് ബാങ്ക്, യമൻ, ഇറാൻ എന്നിവയുൾപ്പെടുന്ന 7 മുന്നണികളുടെ ഒരു അഗ്നിവലയത്തിൽ ജൂതരാഷ്ട്രത്തെ കത്തിച്ച് ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് ഇറാൻ രൂപപ്പെടുത്തിയത്. നാളുകളായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സുന്നി രാജ്യങ്ങൾക്കെതിരെ കൃത്യമായ യുദ്ധ അജണ്ട സൂക്ഷിക്കുന്ന ഇറാൻ തങ്ങളുടെ ശത്രുനിരയിൽ ഏറ്റവും രൂക്ഷമായി കണ്ടത് ഇസ്രായേലിനെ. സ്വന്തം മണ്ണിൽ ഒരുവിധ തിരിച്ചടിയും നേരിടാതെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് കൃത്യമായ യുദ്ധക്കെടുതികൾ നേരിടാതെ ഇറാൻ തൻ്റെ ശത്രുരാജ്യങ്ങൾക്ക് നേരെ കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. ഇറാൻ എന്തെങ്കിലും ഒരിക്കൽ ആണവായുധം സ്വന്തമാക്കുമെന്നും അത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിക്കുമെന്നും ഇസ്രായേലും ജൂതജനങ്ങളും ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 25 വർഷങ്ങളായി മൊസാദ് തങ്ങളുടെ ചാരപ്രവർത്തനങ്ങളുടെ മുഖ്യ കേന്ദ്രമായി ഇറാനെ കാണുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ഇറാൻ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണം വിജയത്തിൻ്റെ വക്കിൽ എത്തിയ കാലഘട്ടം. 1981 ഇറാഖ് യുദ്ധത്തിലും 2007 സിറിയൻ യുദ്ധത്തിൽ നിന്നുമൊക്കെ ഏറെ വ്യത്യസ്തമായിരുന്നു ഇറാനിലെ കാര്യങ്ങൾ. ഇറാനികൾ അവരുടെ വിശാലമായ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി വലിയ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി പർവ്വതങ്ങൾക്കിടയിൽ അവർ വലിയ ആണവ കേന്ദ്രങ്ങൾക്ക് രൂപം നൽകി. ഇറാനെ സംബന്ധിച്ച് വളരെ ചെറിയ ഭൂപ്രദേശമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സങ്കല്പത്തിൽ വിരിയുന്ന 20,000 ബാലിസ്റ്റിക് മിസൈലുകൾ ധാരാളം മതി ഇസ്രായേൽ എന്ന ഭൂപ്രദേശത്തെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഘട്ടത്തിലെത്തിയ ജൂതന്മാർ കടുത്ത ആക്രമണത്തിന് മുതിർന്നതും അതുകൊണ്ട് തന്നെ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിന് നേർക്കൊരാണവ ബോംബ് ഇറാൻ മണ്ണിൽ നിന്ന് കടന്നു വരുമെന്ന് ജൂതന്മാർ ഭയപ്പെട്ടു. ഇസ്രായേലിൻ്റെ പരിമിതമായ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള പർവ്വതങ്ങൾക്കിടയിൽ അവർ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾക്ക് രൂപം നൽകി. ഏറ്റവും ശക്തമായ ചില നീക്കങ്ങളും ഇതിനിടയിൽ ഇറാൻ നടത്തി. ഇറാൻ 20,000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇതിനകം ഇസ്രായേൽ മണ്ണിൽ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള 2,000 മുതൽ 3,000 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ അവർ സജ്ജമാക്കി അവരുടെ ലോഞ്ചറുകളിൽ നിർത്തി. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത് അവിടെ വെച്ചാണ്. ഇറാൻ എന്ന രാജ്യത്തിന് നേർക്ക് അതിശക്തമായ ആക്രമണം നടത്തി അവരുടെ ആയുധശേഖരത്തിൽ വലിയ കുറവ് വരുത്തണം. അവരുടെ ആണവ നിർമ്മാണ പദ്ധതികൾ അട്ടിമറിക്കണം. അതിനുവേണ്ടി എല്ലാം മറന്ന് ഇസ്രായേലുകാർ യുദ്ധത്തിനിറങ്ങി. ബൃഹത്തായ ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടില്ലെങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും ആ പദ്ധതിയെ പിന്നോട്ടടിച്ചില്ലെങ്കിൽ അത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അപകടകരമാകും എന്ന് ഇസ്രായേലികൾ തിരിച്ചറിഞ്ഞു. 1948 യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ അസ്തിത്വ ഭീഷണി അത് ഇറാൻ്റെ ആണവ ഭീഷണിയായിരുന്നു എന്ന് വ്യക്തം. അത്തരമൊരു ഭീഷണി അതിജീവിക്കാൻ ശ്രമിച്ച കഥയാണ് ഈ 12 ദിന യുദ്ധത്തിലൂടെ ഇനി ലോകത്തോട് ഇസ്രായേൽ ഭാവിയിൽ തങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി പറയുന്നതും. 12 ദിന യുദ്ധത്തിൽ ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്തത് 500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ. അവരുടെ ആയുധശേഖരത്തിൻ്റെ വെറും 4/1 ഭാഗം മാത്രമാണ് ഇസ്രായേലിന് നേർക്ക് ഇറാൻ പ്രയോഗിച്ചത്. എന്നാൽ മിസൈൽ ലോഞ്ചറുകളുടെ 2/3 ഭാഗവും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. ഇറാൻ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്ന 1500ഓളം കിലോമീറ്ററുകൾ ദൂരേക്ക് ഇസ്രായേൽ മണ്ണിൽ നിന്ന് നിരവധി പോർവിമാനങ്ങൾ പറന്നുയർന്നു. അവർ ഇറാൻ വ്യോമമേഖല കീഴടക്കി. ഇറാൻ്റെ വ്യോമപ്രതിരോധം ഇസ്രായേലിന് മുന്നിൽ ഒന്നുമല്ല എന്ന് ലോകത്തിന് മുന്നിൽ അവർ തെളിയിച്ചു കൊടുത്തു. ടെഹ്റാനെ വിറപ്പിച്ചു കളഞ്ഞു. 12 ദിന യുദ്ധത്തിൽ 29 ഇസ്രായേലികൾ മാത്രമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ 1000-ഓളം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആയുധപ്പുരയുടെ ഭൂരിഭാഗവും ആക്രമിച്ച് അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഇറാന് നേർക്ക് തിരിഞ്ഞത്. അതിനു മുൻപേ യമനിലെ ഹൂതികൾക്ക് നേർക്കും ശക്തമായ ആക്രമണം അവർ നടത്തിയിരുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി ഇസ്രായേലിൻ്റെ അയൺ ഡോം വലിയ കരുത്തുറ്റ വ്യോമപ്രതിരോധ സംവിധാനമായി ഇസ്രായേലികൾ കരുതിയിരുന്നു.
എന്നാൽ അയൺ ഡോമിലും വിള്ളലുകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇറാൻ കാട്ടിക്കൊടുത്തു. ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ഇറാന്റെ 13 ഉന്നത കമാൻഡർമാരെ വധിച്ചു. ടെഹ്റാനെ വലിയ തോതിൽ അവർ ആക്രമിച്ച് തകർത്തു. ഇറാൻ മണ്ണിൽ അവർ ആഗ്രഹിക്കുന്ന ഏതു സ്ഥലത്തും ഇസ്രയേൽ പോരാളികൾ എത്തും എന്ന് ഇറാന് കാട്ടിക്കൊടുത്തു. ഈ നുഴഞ്ഞുകയറ്റം ഇറാനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ പല ഓർമ്മപ്പെടുത്തലുകൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ വെറും 12 ദിവസങ്ങളിൽ ഇസ്രയേൽ ഇതുവരെ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബഹുമുഖമായ ഭീഷണികളെ ഇല്ലാതാക്കി എന്നുറപ്പിച്ചു പറയാൻ കഴിയും. ഇസ്രയേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കക്ഷിയും ഉയർന്ന തലങ്ങളിൽ അതിന് വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ ഇറാനെ ഓർമ്മപ്പെടുത്തുന്നു. അമേരിക്കയെ ചേർത്ത് പിടിച്ച ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ ട്രംപിന് മുന്നിൽ കരുത്തോടെ നിന്നതും അതുകൊണ്ട് തന്നെ. അമേരിക്കൻ വ്യോമസേന ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവായുധ ശേഷി പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞില്ല എന്ന തലത്തിൽ ചില വിമർശനങ്ങൾ അമേരിക്കയിൽ നിന്നു തന്നെ ഉയർന്നു, പ്രത്യേകിച്ച് CNN പോലുള്ള മാധ്യമങ്ങൾ. എന്നാൽ അത്തരം തർക്കങ്ങളെക്കാൾ കൂടുതൽ കരുത്തുറ്റ ആക്രമണങ്ങളിലൂടെ ഇസ്രയേൽ ഇറാൻ്റെ മണ്ണിൽ വലിയ ഭീതി നിറച്ചുവെന്നതാണ് വാസ്തവം. ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇതിനകം തന്നെ ആണവ ചർച്ചകൾ തങ്ങൾക്കിടയിൽ ആരംഭിച്ചുവെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാനും US-നുമിടയിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ട്രംപിന് കഴിഞ്ഞത് ഇസ്രയേൽ ആക്രമണങ്ങളുടെ ശക്തിയിൽ തന്നെ. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ ഉള്ളിലും ശക്തമായ ഭയം വീണു തുടങ്ങി എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇത്തരം പ്രസ്താവനകൾ. ട്രംപിസത്തിൻ്റെ പരാജയമെന്ന വിമർശനങ്ങൾ അമേരിക്കയിൽ ശക്തമാണ്. 2040 ഇസ്രയേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകും എന്ന ഖമനേയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ടെഹ്റാനിൽ സ്ഥാപിച്ച ഡിജിറ്റൽ ഘടികാരം ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്മൂലനാശയത്തെ അത് പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു. ഇറാനിലെ ഡൂംസ്ഡേ ക്ലോക്കും ഇസ്രയേൽ ആക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞ് കൃത്യമായ സന്ദേശം തന്നെയാണ് ഇറാന് നൽകുന്നത്. ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരുന്ന ഈ ഡിജിറ്റൽ ഘടികാരം വിദ്വേഷത്തിൻ്റെ നിത്യസ്മാരകമായി ലോകം കാണുന്നു. ഈ ക്ലോക്ക് കണ്ടവർക്കൊക്കെ അറിയാം ഇസ്രയേലിൻ്റെ പതനം ഇറാൻ എത്രമേൽ കൊതിക്കുന്നുവെന്ന്. വെറും അതിർത്തി തർക്കമോ മതവിദ്വേഷമോ ഒന്നുമല്ല, യഹൂദനെ ഈ മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഇറാൻ്റെ നിശ്ചയദാർഢ്യം. അലി ഖമനേയി ഇത് പരസ്യമായി പലപ്പോഴും ലോകത്തിന് മുന്നിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണവശക്തിയാകുമ്പോൾ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും. യുറേനിയം സമ്പുഷ്ടീകരണം 60% ഇറാനെ ആക്രമിക്കുകയല്ലാതെ തങ്ങളുടെ മുന്നിൽ മാർഗമില്ല എന്ന് ഇസ്രയേൽ തുറന്നു പറയുമ്പോൾ അതിനൊപ്പം ലോകം ചേർന്ന് നിന്നതും അതുകൊണ്ട് തന്നെ. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി 2015 നടത്തിയ ഒരു പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഡിജിറ്റൽ ഘടികാരം നിർമ്മിച്ചിരിക്കുന്നത്. തങ്ങളുടെ വിദ്വേഷം ലോകത്തെ അറിയിക്കുന്നതിനായി ആ വർഷത്തിലേക്ക് കൗണ്ട് ഡൗൺ ചെയ്യുന്ന തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ലോക്ക് ഇസ്രയേൽ ഡിജിറ്റൽ ആക്രമണത്തിലൂടെ തന്നെ തകർത്തെറിഞ്ഞു. ഇതൊരു സാധാരണ ക്ലോക്കായിരുന്നില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്മൂലനമെന്ന തീവ്രവാദപരമായ ആശയത്തെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം. 2040 ഇസ്രയേൽ ഡിസ്ട്രക്ഷൻ ക്ലോക്കിനെ ബോംബിങ്ങിലൂടെ തകർത്ത ഇസ്രയേൽ ഇറാനോട് പറയുന്നതും അതുതന്നെ. ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാജ്യത്തെ, ജൂതരാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറാന് കഴിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.